തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ സന്ദേശം പങ്കുവയ്ക്കാൻ വീണ്ടും ദൈവമായ കർത്താവ് തരുന്ന ഈ അവസരം കർത്താവിൻ്റെ തിരുമുമ്പിൽ ഇരുന്നു കൊണ്ട് നന്ദി കരയറ്റി സ്തോത്രം ചെയ്ത് സകല പുകഴ്ചയും മഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വന്ദനം പറഞ്ഞുകൊണ്ട് ഇന്നും കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ സ്വർഗീയ ആലോചനകൾ നമുക്ക് അനുഗ്രഹമാകട്ടെ, നമുക്ക് ബലമാകട്ടെ, നമുക്ക് പ്രയോജനമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പ്രതീക്ഷയോടെ കർത്താവിന് എന്താണ് നമ്മോട് പറയാനുള്ളത് എന്നതിനായി കാതോർക്കാം. അതിനാധാരമായി യെശയ്യാ പ്രവചനം 57-ാം അധ്യായം 15-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാ പ്രവചനം 57-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന് നാമമുള്ളവനുമൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവ്യസനമുള്ളവരോട് കൂടെ വസിക്കുന്നു. മനസ്താപവും മനോവ്യസനവും ഉള്ളവരോട് കൂടെ വസിക്കുന്നു. ഈ വാക്യത്തിനകത്ത് ദൈവം ആരാണെന്നും ദൈവം എവിടെ വസിക്കുന്നു എന്നും ഒക്കെ വളരെ സ്പഷ്ടമായിട്ട് എഴുതിയിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് തന്നെ പറയപ്പെട്ടിരിക്കുന്ന വാക്യമാണ്. ഉന്നതനാണ്, ഉയർന്നവനാണ്, ശാശ്വതവാസിയാണ്, പരിശുദ്ധനെന്ന നാമമുള്ളവനാണ്. ദൈവത്തെ അനേക പേരുകൾ കൊണ്ട് വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ആ പേര് തന്നെ ദൈവത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. ഉന്നതൻ എന്ന് പറയുമ്പോൾ തന്നെ 4 അക്ഷരങ്ങൾ കൂട്ടി വച്ചിരിക്കുന്ന ഒരു പേരല്ല, അതൊരു പദവിയാണ്. ഉയർന്നവൻ, പരിശുദ്ധൻ, ഈ വാചകങ്ങളെല്ലാം അഥവാ ഈ വാക്കുകളെല്ലാം ദൈവം ആരാണ്, ദൈവത്തിൻ്റെ പ്രൗഢമായിരിക്കുന്ന പദവി എന്താണ്, ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായൊരറിവ് നമുക്ക് തരുന്നതാണ് ദൈവത്തെക്കുറിച്ചുള്ള പേരുകൾ തന്നെ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ 400-ലധികം നാമങ്ങൾ ദൈവത്തിന് ഈ വേദപുസ്തകത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. ആ നാമങ്ങളെല്ലാം ദൈവത്തിൻ്റെ വലിപ്പം, ദൈവത്തിൻ്റെ ശ്രേഷ്ഠത, ദൈവത്തിൻ്റെ അപാരത, ദൈവത്തിൻ്റെ ഭയങ്കരത, ദൈവത്തിൻ്റെ മഹത്വം ഇതെല്ലാം വെളിപ്പെടുത്തുന്നതാണ് ആ പേരിലൂടെ. പേര് ഒരു ഐഡൻറ്റിറ്റിയാണ്, ദൈവത്തിൻ്റെ ഐഡൻറ്റിറ്റി. അങ്ങനെ 4 വാക്കുകളിലൂടെ ദൈവം ആരെന്നുള്ള കാര്യത്തെക്കുറിച്ച് അതിൻ്റെ ആഴം ബോധിപ്പിക്കാൻ, ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് മാനുഷിക ബുദ്ധി കൊണ്ട് നടക്കുന്നൊരു കാര്യമല്ല. വലിയ പാടാണ് ദൈവത്തെ മനസ്സിലാക്കുക എന്ന് പറയുന്നത്, വലിയ പാടാണ്. പക്ഷെ അത് മനസ്സിലാക്കാൻ വേണ്ടി വേദപുസ്തകം നമ്മെ സഹായിക്കുന്ന രീതിയാണ് ആ പേരുകളിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തുന്നു. അങ്ങനെ ആ പേരുകൾ 4 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വെളിപ്പെടുത്തുകയും അടുത്ത വാചകത്തിൽ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. ദൈവത്തിൻ്റെ പേഴ്സണാലിറ്റി എപ്പോഴും ദൈവത്തിൻ്റെ ആ നിലവിട്ട് താഴേക്ക് വരുന്നവനല്ല. ഉന്നതങ്ങളിൽ പരിശുദ്ധനായി ഉന്നതത്തിൽ വസിക്കുന്നവനാണ് ദൈവം. അങ്ങനെ തന്നെ വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട് എന്ന് തിരുവെഴുത്തിലൊരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട്. പുരാതന സ്വർഗത്തിൽ, സ്വർഗാദി സ്വർഗത്തിൽ എന്നൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് ദൈവത്തിൻ്റെ വാസസ്ഥലം, ദൈവം അവിടെയാണ്. പക്ഷെ അടുത്ത വാചകം നമ്മെ സംബന്ധിച്ച്, മനുഷ്യനെ സംബന്ധിച്ച്, ഈ ഭൂമിയിൽ കഷ്ടം സഹിക്കുന്ന ഓരോ ആളുകളെ സംബന്ധിച്ച് ശുഭകരമായിരിക്കുന്ന പ്രതീക്ഷ നൽകുന്നതാണ് അടുത്ത വാചകം 15-ാം വാക്യത്തിൻ്റെ. ആദ്യത്തേത് ദൈവത്തിൻ്റെ പേരുകൾ വെളിപ്പെടുത്തി ദൈവം ആരാണ്, ദൈവത്തിൻ്റെ അപാരത എന്താണെന്ന് മനസ്സിലാക്കുകയും ദൈവം എവിടെയാണ്, ദൈവത്തിൻ്റെ അഡ്രസ്സ് എവിടാണ് എന്ന് ബോധിപ്പിക്കുകയും ചെയ്ത അനന്തരം മനുഷ്യന് ദൈവത്തെ കൊണ്ട് എന്തു ഗുണം? ഈ ചോദ്യം ഞാൻ ഒന്നോടെ നിങ്ങളുടെ തലച്ചോറ് തുറന്ന് അതിനകത്തേക്ക് തൊടുത്തു വിടുകയാണ്. മനുഷ്യന് ദൈവത്തെ കൊണ്ട് എന്തു ഗുണം? ദൈവത്തെ ആരാധിക്കാൻ കുറേ ആളുകൾ വേണം. ദൈവത്തെ വാനോളം ഉയർത്താൻ, രാജാക്കന്മാരുടെ രാജസദസ്സുകളിൽ രാജാക്കന്മാരെ പുകഴ്ത്താൻ വേണ്ടി കാശ് കൊടുത്ത്, ശമ്പളം കൊടുത്ത് രാജാക്കന്മാർ തന്നെ ആളുകളെ വാഴിച്ചിരുന്നു. അവർക്കത് കേൾക്കുന്നൊരു സുഖമാണ്. മറ്റുള്ളവർക്ക് വരുമ്പോൾ രാജാവ് നീണാൽ വാഴട്ടെ എന്ന് പറയുകയും രാജാവിൻ്റെ അപദാനങ്ങളെ കീർത്തിക്കുകയും ചെയ്യാൻ രാജസദസ്സുകളിൽ കച്ചേരികൾ നടത്തുകയും അതിൽ അവദാനങ്ങൾ പാടുകയും രാജാവ് ചെയ്ത ഗുണങ്ങളെക്കുറിച്ച് പ്രകീർത്തിക്കുകയും ചെയ്യാൻ വേണ്ടി
രാജാവ് തന്നെ ചിലരെ ആക്കി വച്ചിരിക്കും എന്നതുപോലെ ദൈവത്തെ ഉയർത്താനും ദൈവത്തെ പുകഴ്ത്താനും ദൈവത്തെ എങ്ങനെ പാടിക്കൊണ്ടിരിക്കാനും ദൈവമായ കർത്താവ് സൃഷ്ടിച്ച യന്ത്രപ്പാവകളല്ല മനുഷ്യൻ. അങ്ങനെ ആരാധന, ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ കടപ്പാടാണ്. ദൈവം ആരെന്നറിഞ്ഞ് ആ വലിപ്പം മനസ്സിലാക്കി ദൈവത്തിന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. നാം ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കുക എന്നുള്ളത് നമ്മുടെ കടപ്പാടാണ്. ദൈവം നമ്മളെ ദൈവത്തെ പുകഴ്ത്താൻ വേണ്ടിയും ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയും ദൈവത്തിന് ഓശാന പാടാൻ വേണ്ടിയിട്ടും ദൈവം ഉണ്ടാക്കി വച്ചിരിക്കുന്ന മൺപ്രതിമകളല്ല നമ്മൾ. ദൈവത്തിന് അഥവാ നമുക്ക് ദൈവത്തെക്കുറിച്ച് ഉള്ള ബോധവും ദൈവത്തെക്കൊണ്ട് നമുക്കുള്ള ഗുണവും അത് മൂന്നാമത്തെ ഭാഗത്ത് എഴുതിയിരിക്കുക. ഈ വലിയ ദൈവം, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത ദൈവം, ഉന്നതനും ഉയർന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനുമായ ദൈവം, ആ ദൈവം ഈ 15-ാം വാക്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗത്ത് എഴുതിയിരിക്കുന്നു, മനസ്താപവും മനോവ്യസനവും ഉള്ളവരോട് കൂടെ വസിക്കുന്നു. ദൈവം ഈ ഉന്നത സ്ഥാനം വിട്ട് ആരെങ്കിലും ഒരാൾ ഹൃദയത്തകർച്ചയോടെ, മനസ്താപത്തോടെ, മനോനമ്പരത്തോടെ, ജീവിതം കഷ്ടപ്പാടാണ്, ഭാരമാണ്, മുന്നോട്ട് പോകാനൊരു നിവൃത്തിയില്ല, മടുത്തു എന്ന് പറഞ്ഞ് ഈ ഭൂമിയുടെ കോണിൽ എവിടെയെങ്കിലും ജീവിതത്തിൻ്റെ ആയുസ് തീരാതെ എണ്ണയില്ലാത്ത വിളക്ക് പോലെ മുനിഞ്ഞ് മുനിഞ്ഞ് കത്തി കെടാൻ പോകുന്നത് പോലെ വിഷമിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാണല്ലോ മനസ്താപത്തിൻ്റെ ഒരു ലക്ഷണം. ഒന്നിനോടൊരു മൂടില്ല, ഒന്നിനും ഒരു താല്പര്യമില്ല, എന്ത് ചെയ്താലും വിജയിക്കത്തില്ലെന്നൊരു തോന്നൽ നമ്മുടെ അകത്ത് ചെതൽപ്പുറ്റ് പോലെ വന്ന് കയറുകയും നമ്മെ അത് ബാധിക്കുകയും നമ്മുടെ മനസ്സിനെ കെട്ടിക്കളയുകയും നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ തീ കോരിയിടുന്നത് പോലത്തെ നൊമ്പരവും വേദനയും തരികയും മറ്റുള്ളവരെ നോക്കുമ്പോൾ നമ്മളങ്ങ് കൊച്ചായിപ്പോയി എന്ന് കൂടെ കൂടെ തോന്നുകയും നമ്മളോട് ലോകം തന്നെ ക്രൂരമായി പെരുമാറുന്നു എന്നും ആരും സഹായിക്കാനില്ല, ദൈവം പോലും മറന്നു എന്ന് നമുക്ക് ഒരു തോന്നലുള്ള വാക്കൊക്കെ ചെയ്യുന്നതാണ് ഈ മനസ്താപത്തിൻ്റെ പ്രശ്നം. മനസ്താപം ഏറിയാൽ ചിലപ്പോൾ തന്നെത്താൻ മരിക്കണമെന്ന് തോന്നിപ്പോകും. അങ്ങനൊരു സ്ഥിതിയിലേക്കൊരു മനുഷ്യനെത്തിയാൽ ഹൃദയനൊമ്പരത്തോടുകൂടെ, ഹൃദയവേദനയോടുകൂടെ അങ്ങനെ ആരെങ്കിലും കഴിച്ചു കൂട്ടുമ്പോൾ ഈ ദൈവം ചെയ്യുന്ന പണി എന്നാണെന്നറിയാമോ? ഈ ദൈവം ഇങ്ങ് വന്ന് അവനോട് കൂടെ വസിക്കും. എന്തിനാണ് അവനോട് കൂടെ വസിക്കുന്നത്? കുറച്ച് നാളൊന്നും കൂടെ നിന്ന് കുറേ ഗുണപാഠങ്ങൾ പഠിപ്പിച്ചിട്ട് പോകാനല്ല, പിന്നെ അവൻ്റെ മനസ്സിന് ചൈതന്യം വരുത്താൻ. അപ്പം ദൈവം നമ്മോട് കൂടെ വസിച്ചാൽ ഗുണമുണ്ടോ? ദൈവത്തെ കൊണ്ട് നമുക്കെന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒന്നിരുത്തി ചിന്തിച്ചു നോക്കി. ആരൊക്കെ നമ്മളെ സഹായിച്ചില്ലെങ്കിലും ഈ ദൈവം, ആ ദൈവം എൻ്റെ ദൈവമായി, നാം ദൈവത്തിൻ്റെ ആളായി ഈ ഭൂമിയിൽ ജീവിച്ചാൽ ദൈവത്തെ കൊണ്ട് നമുക്ക് ഗുണമുണ്ടോ? നേരത്തെ ഞങ്ങളെപ്പോലത്തെ ഒരു ഉപദേശി നിങ്ങളുടെ വീട്ടിൽ വരണമെങ്കിൽ 6 മാസങ്ങൾക്ക് മുമ്പ് വിളിച്ച് ചോദിച്ച്, അത് വിളിച്ചാൽ കിട്ടുമോ? എല്ലാവരുടെയും പരാതിയല്ലേ. വിളിച്ച് ചോദിച്ച്, പിന്നെ കാര്യങ്ങൾ തിരക്കി, ഡയറി കുറിപ്പിച്ച്, പിന്നെ കൂടെ വിളിച്ച്, വരുന്നതിൻ്റെ തലേദിവസം ഒന്നോടെ വിളിച്ച്, അയ്യോ വലിയ പാടല്ലേ. ഞാൻ എന്നെക്കുറിച്ച് കൂടിയാണ് പറയുന്നത്. ദൈവത്തെ ഓർക്കുമ്പോൾ ആരും ഡയറി കുറിപ്പിക്കാതെ, കാലേക്കൂട്ടി ഡേറ്റ് കൊടുക്കാതെ നാം ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കുമ്പോൾ, അവനെ ഇല്ലാതാക്കാൻ ലോകശക്തികൾ വ്യാമോഹിക്കുമ്പോൾ അവന് ചൈതന്യം വരുത്താൻ ദൈവം സ്വർഗത്തിൽ നിന്നൊരു പാക്കറ്റ് അയക്കുമെന്നല്ല, ഒരു പാഴ്സൽ അയക്കുമെന്നല്ല, ദൈവം വന്ന് അവനോട് കൂടെ വസിക്കും. വിവാഹം കഴിച്ചു വിട്ട കുഞ്ഞുങ്ങൾ ഭർതൃഗൃഹത്തിലോ അവർ ഭാര്യയും ഭർത്താവും കൂടി ഒറ്റയ്ക്ക് ഏതെങ്കിലും രാജ്യത്തോ താമസിക്കുമ്പോൾ, ഒരു കുഞ്ഞോടെ ജനിക്കുമ്പോൾ, ചിലപ്പോൾ അവർക്ക് വർക്കലോടാകുമ്പോൾ വീട്ടിൽ നിന്ന് അമ്മ പോയി അവരുടെ കൂടെ വസിക്കാറുണ്ട്. പല വീടുകളിലും എന്നെ കേൾക്കുന്ന പല അമ്മമാരും അത് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിൻ്റെ കൂടെ ചിലപ്പോൾ അവർ ഭാര്യയും ഭർത്താവ്, അപ്പനും അമ്മയും തമ്മിൽ വേർതിരിഞ്ഞ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ദിവസം പോലും നിന്നിട്ടുണ്ടായിരിക്കുകയില്ല. പക്ഷേ മോള് കഷ്ടപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ അപ്പൻ പറയും, നീ പോയി 1 മാസം നിൽക്ക്, അവൾ കഷ്ടപ്പാടില്ല. അങ്ങനെ പെറ്റ അമ്മ വിവാഹം ചെയ്തയച്ച കുഞ്ഞ് ദൂരത്ത് കഷ്ടപ്പെടുന്നു, ബുദ്ധിമുട്ടുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അവിടെ പോയി നിൽക്കും. ചിലപ്പോൾ അപ്പനും അമ്മയും കൂടി പോയി നിൽക്കും.
അത് ഈ മനുഷ്യത്വത്തിൽ അത്രയേ ഉള്ളൂ. ഒരു കൈത്താങ്ങലും സഹായം എന്നേ ഉള്ളൂ. പക്ഷേ ഉടഞ്ഞുപോയ അടഞ്ഞുപോയ മനസ്സ് അതിന് ചൈതന്യം വരുത്തി വീണ്ടും മനുഷ്യത്വത്തിലേക്ക് വരുത്താൻ ആർക്ക് കഴിയും? സ്വർഗത്തിലെ ദൈവം കൂടെ വസിച്ചാൽ കഴിയും. ഇപ്പം ഞാനിങ്ങനെ പറയാം, ദൈവം നമ്മുടെ കൊച്ചു വീട്ടിൽ വന്ന്, നമ്മുടെ പരിമിതിയുള്ള സാഹചര്യത്തിൽ വന്ന് നമ്മോട് കൂടെ വസിച്ചാൽ ആർക്ക് ലാഭം? നമുക്ക് ലാഭം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? ഈ വാക്യം കണ്ടിട്ട്, എൻ്റെ വാചകം കേട്ടിട്ടല്ല. യെശയ്യാപ്രവചനം 57:15 നിങ്ങൾക്കൊന്ന് വായിക്കാമോ? നിങ്ങൾ വല്ലാതെ മനസ്സിടിഞ്ഞിരിക്കുന്നു, നിങ്ങൾ ചിലർ വല്ലാതെ വിഷമിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചൊക്കെയോ നിങ്ങൾ ഭയങ്കര ചങ്കൂറ്റമുള്ള ആളായിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ വളരെ മനസ്താപത്തോടെ മുമ്പോട്ട് വല്ലോ ദുഃഖത്തിലായിരിക്കുന്നു. എന്താ വഴി? ഈ വാക്യം നിങ്ങളോട് സംസാരിക്കും കേട്ടോ. ബൈബിൾ എടുത്ത് മടിയിൽ വെച്ചിട്ട് യെശയ്യാവ് 57:15 ഇന്നൊരു 5-6 പ്രാവശ്യം വായിക്ക്. ദൈവം നിങ്ങളുടെ കൂടെ വസിക്കാൻ വരും. അവൻ നമ്മുടെ കൂടെ വസിച്ചാൽ നമുക്ക് മാറ്റം വരും. നമ്മുടെ മനസ്സുണരും, നമ്മുടെ ആരോഗ്യം മടങ്ങി വരും, രോഗശാന്തി കിട്ടും, നമുക്ക് ബലം തരും, പ്രത്യാശ വർദ്ധിക്കും, നന്മ വരും, അനുഗ്രഹമാകും, കടം മാറും, ജീവിതം കിട്ടും. ദൈവം നമ്മുടെ കൂടെ വസിച്ചാൽ ഒന്ന് ശ്രമിക്കുന്ന, ഈ വാക്യം വെച്ച് ഒന്ന് പ്രാർത്ഥിക്കുന്ന, ജീവിതം മാറട്ടെ, പ്രശ്നങ്ങൾ തീരട്ടെ, ദൈവം നിങ്ങളുടെ കൂടെ വസിക്കട്ടെ. നമുക്കത് ലാഭമാക്കി മാറ്റാം. ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വാക്യം എൻ്റെ ദൈവത്തെ പ്രകീർത്തിക്കുന്നത് ഞാൻ ദൈവമക്കളോട് പങ്കുവെച്ചു. അങ്ങ് ആരുടെങ്കിലും കൂടെ വസിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് ഗുണമായിട്ടുണ്ട്, രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരുടെ കാരാഗ്രഹങ്ങൾ തുറന്നിട്ടുണ്ട്, അവരുടെ ചങ്ങലകൾ അഴിഞ്ഞിട്ടുണ്ട്. എത്രയോ പേരെ ഞാൻ വേദപുസ്തകത്തിൽ കണ്ടിട്ടുണ്ട്. മനസ്താപത്തോടെ മനസ്സിടിഞ്ഞ് ജീവിതം വെറുത്തവരുടെ ജീവിതം തിരിച്ചു കൊടുക്കാൻ ഇറങ്ങി വന്ന് കൂടെ വസിക്കാൻ മനസ്സുള്ള ഇങ്ങനെയൊരു ദൈവം വേറെ ഇല്ല. അങ്ങയ്ക്ക് നന്ദി. ഇന്നീ യെശയ്യാവ് 57 15 വാക്യം വെച്ച് ആരെങ്കിലും എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ അവരുടെ കൂടെ വസിച്ച് അവരുടെ പ്രശ്നം മാറ്റിക്കൊടുക്കണേ, ചൈതന്യം വരുത്തണേ, ജീവിതം കിട്ടണേ. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.